നമുക്കിന്ന് വളരെ സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാവ് ചെയ്യാം. അതിനാവശ്യമായ സാധനങ്ങൾ നമുക്കിനി ആദ്യം 1 കപ്പ് കടലമാവ് ഒന്ന് ചൂടാക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇതൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതിൽ ചെറിയ കട്ടകൾ ഉണ്ടാവും, അത് നമുക്ക് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ്. മൈസൂർ പാവ് ആയ ശേഷം ഒഴിച്ച് വെക്കേണ്ട പാത്രം ഏതാണോ അത് നമുക്ക് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം. നിങ്ങൾക്കിതിന് പകരം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്താലും മതി. താല്പര്യമില്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാവ് തയ്യാറാക്കാനായി വയ്ക്കാം. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഒറ്റനൂൽ പരുവം ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആയോ നോക്കാം. അല്പം കൂടെ വേണം, കുറച്ചുകൂടെ ആവാനുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഒറ്റനൂൽ കമ്പിപ്പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് അല്പാൽപമായി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. കൈവിടാതെ ഇളക്കി കൊടുക്കണം. അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കുറുകിയ ശേഷം നമുക്കിനി മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് നെയ്യുണ്ടല്ലോ, അത് അല്പാൽപമായി ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കണം. നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകട്ടെ. കുറുകിയ ശേഷം നമുക്കിനി നെയ്യ് അല്പാൽപമായി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് നെയ്യിൽ നിന്ന് അല്പം ഒഴിച്ച് അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ നെയ്യ് പൂർണ്ണമായും വറ്റിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ചേർത്ത് കൊടുക്കാം. അത് മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും അല്പം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന നെയ്യ് അത് മുഴുവൻ അത് അബ്സോർബ് ചെയ്ത് കഴിയും. അപ്പോൾ അടുത്ത ബാച്ച് ചേർത്ത് അങ്ങനെ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മുഴുവൻ കുടിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് ബാക്കി 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ നെയ്യ് ചേർക്കുന്നത്. ഇതും കുറുകി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നെയ്യ് കൂടെ ചേർത്ത് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. അവസാനത്തെ ബാച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ച ട്രേയിലേക്ക് മാറ്റാം. അതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം അത് അല്പം ഒന്ന് തണുത്ത ശേഷം നമുക്കത് മുറിക്കാം. അല്പം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇഷ്ടമായ മൈസൂർ പാവ് തയ്യാറായി.